ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുജാത ഒന്നും അറിയാത്തതുപോലെ സിറ്റ് ഔട്ടിലെ കസേരയിൽ ഇരുന്നിങ്ങനെ പത്രം വായിക്കുകയായിരുന്നു. ആ സമയത്താണ് ഗീതയും ഭർത്താവ് ദാസനും തങ്ങളുടെ മകൾ പൊന്നുവിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. അവരുടെ കൈകളിൽ പെട്ടിയും പ്രമാണവും ഉണ്ടായിരുന്നു. ദാസന്റെ മുഖത്ത് പരിഭ്രമം നിഴലിച്ചു. അവന്റെ കഴുത്ത് വല്ലാതെ വേദനിക്കുന്നത് പോലെ അവൻ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. ഗീത വലിയ ശബ്ദത്തിൽ സുജാതയുടെ അടുത്തേക്ക് വന്നു. അവളുടെ സ്വരത്തിൽ രോഷവും ആശ്വാസവും നിറഞ്ഞു നിന്നു. എന്നാലും അമ്മേ, വിനീത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഗീത പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. അമ്മ കണ്ടില്ലേ ദാസേട്ടന്റെ അവസ്ഥ? കഴുത്തൊന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു മൃഗീയമായ പിടുത്തമാണ് അവൻ പിടിച്ചത്. ഒരു നിമിഷം എന്റെ കണ്ണൊന്ന് തെറ്റിപ്പോയിരുന്നെങ്കിൽ എന്റെ ദാസേട്ടനെ ഇന്നലെ രാത്രി അവൻ അങ്ങ് കൊന്നേനെ. സുജാത പത്രത്തിൽ നിന്നും കണ്ണെടുക്കാതെ തികച്ചും ശാന്തമായി ഗീതയെ നോക്കി. ആ ശാന്തത ഗീതയെ കൂടുതൽ അസ്വസ്ഥയാക്കി. എടി മോളെ, സുജാത പതുക്കെ പറഞ്ഞു. അതിന് നമ്മൾ ആരെങ്കിലും അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അവൻ ഇതൊക്കെ ചെയ്തത്? ഈ പറയുന്ന നിന്റെ ഭർത്താവ് തന്നെയല്ലേ അവനെ കണക്കില്ലാതെ മദ്യം ഒഴിച്ചു കൊടുത്തത്? നീ തന്നെയല്ലേ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളത് ദാസം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വഭാവമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമെന്ന്. കഴിഞ്ഞ ദിവസം പോലും ഇവൻ മദ്യപിച്ച് ലെക്ക് കൊട്ടുകൊണ്ട് തന്നെ എന്നെ വെട്ടുകത്തിക്കൊണ്ട് കൊല്ലാൻ വന്നു. അത് നീ അറിഞ്ഞതല്ലേ? അതുപോലെ തന്നെ വിനീതും മദ്യം കഴിച്ചപ്പോൾ അവന് സ്വബോധം അങ്ങ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ പെരുമാറിയതും. ഇവന്റെ കഴുത്തിന് കയറി പിടിച്ചതൊക്കെ. നീ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതൊന്നും. അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. സുജാതയുടെ ആ ഒരു മറുപടി ഗീതയെ ഞെട്ടിച്ചു. അമ്മ തങ്ങളുടെ പക്ഷം ചേരുമെന്നാണ് അവൾ കരുതിയത്. അമ്മക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് പറയാം. എനിക്ക് എൻ്റെ ദാസേട്ടൻ്റെ ജീവനാണമ്മേ വലുത്. ഗീത അമർഷത്തോടെ പറഞ്ഞു. എൻ്റെ മോളെ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? സുജാത അല്പം പരിഹാസത്തോടെ ചോദിച്ചു. നിനക്ക് ഈ വീട്ടിലെ സ്വത്തിൽ ഷെയർ വേണ്ടേ? നീ ഇതൊക്കെ വിട്ടിട്ട് എങ്ങോട്ടേക്കായി പോകുന്നത്? അമ്മേ, ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജീവൻ പോലും ബാക്കി കിട്ടത്തില്ല, ഗീത ഉറക്കെ പറഞ്ഞു. എടി, അങ്ങനെ പേടിച്ചിറങ്ങി പോകുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്നും ഷെയർ കിട്ടത്തില്ലല്ലോ. സുജാതയുടെ വാക്കുകളിൽ ഒരു ഒളിയമ്പുണ്ടായിരുന്നു. ഷെയർ അത് പിന്നത്തെ കാര്യമല്ലേ അമ്മേ? ജീവൻ കിട്ടിയിട്ടല്ലേ ഷെയർ കിട്ടുന്നത്? ഗീത ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ലമ്മേ, അവനും അവളും വിനീതും ഗംഗയും ഇവിടെ നിന്ന് പോകുമോ? പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് വിനീത് വലിയൊരു മുഴുകുടിയനാണെന്നാ. ഇന്ന് മിക്കവാറും അവൻ വീണ്ടും മദ്യപിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഗംഗയാണ് അവനെ ഇങ്ങനെ ചീത്തയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് മിക്കവാറും വീണ്ടും കുടിച്ചിങ്ങനെ വൈകുന്നേരം ബാക്കി കലാപ്രകടനങ്ങളൊക്കെ കാണിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ ദാസൻ ഭയത്തോടെ ഒന്ന് ഞെട്ടി. അവന്റെ നെഞ്ചിരിപ്പ് കൂടി. പതുക്കെ ഗീതയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവൻ മന്ത്രിച്ചു. ഗീതേ, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോവാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. എന്റെ ജീവൻ എനിക്ക് വലുതാണ്. ഗീതയുടെ ദേഷ്യം മുഴുവൻ ഇപ്പോൾ സുജാതയോടായി. എല്ലാത്തിനും അമ്മ വളം വരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അമ്മയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി. അമ്മക്ക് പറയാമായിരുന്നില്ലേ അവരോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനേ? എടി, അതെങ്ങനെയാ ഞാൻ പറയുന്നത്? സുജാത കപടമായ സങ്കടം അഭിനയിച്ചു. എങ്ങനെയെങ്കിലും അവരെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് മയക്കിയിട്ട് നിങ്ങൾക്ക് സ്വത്ത് മുഴുവൻ എഴുതി മേടിക്കാമെന്ന് കരുതിയതല്ലേ ഞാൻ മിണ്ടാതിരുന്നത്? അതിപ്പോൾ ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇനി കൂടുതലൊന്നും പറയേണ്ട അമ്മേ, ഗീത കൈകൾ വീശിക്കൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കും. ഞങ്ങൾ എന്താണെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങുക. ഒരു നിമിഷം പോലും ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെയാണോ? സുജാത വളരെ ലാഘവത്തോടെ ചോദിച്ചു. പിന്നെ ഞാനിപ്പോൾ എന്ത് പറയാനാ? നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ. ഇവിടെ നിന്ന് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിക്കോ. സുജാത തങ്ങളെ പിടിച്ചു നിർത്തുമെന്ന് ഗീത വെറുതെ ആശിച്ചിരുന്നു. കാരണം ഗംഗയും വിനീതും ഈ വീട്ടിൽ നിന്നും പുറത്താണെങ്കിൽ തങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാമല്ലോ എന്ന് അവൾ ഇങ്ങനെ കണക്ക് കൂട്ടി. എന്നാൽ സുജാത അതിന് തയ്യാറല്ല എന്ന് ഗീതക്ക് ബോധ്യമായിരുന്നു. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങുക. പൊന്നു, ഇങ്ങോട്ടേക്ക് വായോ. ഗീത മോളെ വിളിച്ചു. എന്നാൽ പൊന്നു ഓടി സുജാതയുടെ അടുത്തേക്ക് ചെന്നു. അച്ചമ്മേ എന്ന് വിളിച്ച് അവൾ സുജാതയെ എങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ പോവത്തില്ല അച്ചമ്മേ, ഞാൻ ഇവിടെ തന്നെ അച്ചമ്മയുടെ കൂടെ നിന്നോളാം. ഗീതക്ക് ദേഷ്യം സഹിക്കാനായില്ല. മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വാടി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ മകൾക്ക് നേരെ അലറി. ആ സമയത്ത് തന്നെ ഗംഗ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ബഹളങ്ങളെല്ലാം കണ്ട് അവൾ വാതിൽക്കൽ വന്ന് നിന്നു. നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ ഞാൻ പറഞ്ഞത്. ഗീത വീണ്ടും പൊന്നുവിനോട് കയർത്തു. സുജാത ഗീതയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേ മോളെ, കൊച്ചിനെ വെറുതെ കരയിപ്പിക്കരുത്. അവളെ സങ്കടപ്പെടുത്തൊന്നും ചെയ്യരുത്. നീ എവിടെ പോയാലും അവൾക്ക് നേരാവണ്ണം ആഹാരം കൊടുക്കണം, അല്ലാതെ പട്ടിണി കിടരുത്. ഗീത അവിടെ നിന്നും പോയാലും മകളുടെ കാര്യമൊന്നും നേരാവണ്ണം നോക്കില്ല എന്ന് സുജാതക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതെ, എൻ്റെ മോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഗീത പുച്ഛത്തോടെ പറഞ്ഞു. അമ്മയുടെ കാര്യം നോക്കിയാൽ മതി. ഇങ്ങോട്ടേക്ക് വാടി. അത്രയും പറഞ്ഞ് ഗീത പൊന്നുവിനെ ബലമായി പിടിച്ചു വലിച്ചു കൊന്നു. കൊച്ചു അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ഗീത അവളെ വലിച്ചഴിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റി. കഴുത്തു പോലും അനക്കാൻ വയ്യാതെ ഭയം നിറഞ്ഞ മുഖത്തോടുകൂടി ദാസനും കാറിന്റെ പിൻസീറ്റിൽ കയറി പറ്റി. കാറ് മുറ്റത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സുജാതയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തന്നെയായിരുന്നു. അവരുടെ മനസ്സിൽ വലിയ ഒരു ഭാരമാണ് പെട്ടെന്ന് ഇറക്കി വെക്കപ്പെട്ടത്. കാർ വേഗം ഗേറ്റ് കടന്നു പോയപ്പോൾ വിനീത് മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. അവനെ കണ്ടപ്പോൾ സുജാതയുടെ മുഖത്ത് ഗൗരവം അങ്ങ് മാറി. അവിടെ വാത്സല്യവും കുറ്റബോധവും നിറഞ്ഞു നിന്നു.
അവർ വിനീതിന്റെ അടുത്തേക്ക് ചെന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റാണ് മോനെ. സുജാതയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അന്ന് നിന്നെ ഈ വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയും ഗംഗയും തമ്മിൽ വിവാഹത്തിന് ഞാൻ ഒരുപാടധികം എതിർത്തു. പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിന്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ മുറിയിൽ വരെ പൂട്ടിയിട്ടു. സുജാതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ വേഗം ഗംഗയുടെ നേരെ നോക്കി. ഗംഗെ, ഞാൻ നിന്നെ കുറേ അധികം ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ദൈവത്തിന് പോലും അത് ഇഷ്ടപ്പെട്ട് കാണില്ല. എൻ്റെ സ്വന്തം മോളുടെയും മരുമകളുടെയും ചതി മനസ്സിലാക്കാൻ ഞാൻ ഒരുപാടധികം വൈകിപ്പോയി. ഞാൻ ഒരിക്കലും നിങ്ങളോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. വിനീത് വന്ന് അമ്മയുടെ തോളിൽ ഇങ്ങനെ സ്പർശിച്ചു. പോട്ടെ അമ്മേ, അതൊന്നും സാരമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എന്താണെങ്കിലും ഇപ്പോൾ അവരൊക്കെ പോയല്ലോ, അളിയനും ചേച്ചിയൊക്കെ പോയല്ലോ. ഇനി അവരിങ്ങോട്ടേക്ക് വരത്തു പോലുമില്ല. എന്നാലും മോനെ, എനിക്ക് വല്ലാതെ പേടിയുണ്ട്. സുജാതയുടെ ശരീരത്തിൽ ചെറിയൊരു വിറയൽ അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയാമോ? ആ പേടിയോട് കൂടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഒരു രാത്രി മുഴുവൻ ഞാൻ ആ ഇരുട്ടത്ത് പറമ്പിലിരുന്നങ്ങ് കഴിച്ചുകൂട്ടി. ഇന്ന് രാവിലെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒടുവിലാണ് ഞാൻ നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വിനീത് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അമ്മേ, അമ്മ എന്നെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി അമ്മേ. ഇങ്ങനെയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. പക്ഷേ ചേച്ചി ഇത്ര ദുഷ്ടയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. സ്വന്തം മോളാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? സുജാത സങ്കടത്തോടെ പറഞ്ഞു. എന്നെ കൊന്നിട്ട് എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കാനായിരുന്നു അവളുടെയും ആ ദാസന്റെയും മോഹം. സ്വന്തം അമ്മയുടെ ജീവനേക്കാൾ അവർക്ക് വലുത് പണമായിരുന്നു. എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ടമേ, വിനീത് ആത്മാർത്ഥതയോടെ പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ മാത്രം കിട്ടിയാൽ മതി. സ്വത്തുക്കളൊക്കെ വേണമെങ്കിൽ ചേച്ചിക്ക് തന്നെ എഴുതി കൊടുത്തോട്ടെ. അവരൊക്കെ അതൊക്കെ എടുത്തോട്ടെ. ഏയ്, അവൾ അങ്ങനെ സുഖിക്കൊന്നും വേണ്ടടാ. സുജാതക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അവൾക്ക് ഞാൻ 45 പവനും 10 ലക്ഷം രൂപയും കൊടുത്തിട്ടാ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും കെട്ടിച്ചു വിട്ടത്. ഈ സ്വത്തുക്കളെല്ലാം ഇനി നിനക്കുള്ളതാ. നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതെല്ലാം അവൾ കൊണ്ടുപോയി തിന്നാനും കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ മോനുള്ളതാണ്. പിന്നീട് സുജാത ഗംഗയുടെ അരികിലേക്ക് ചെന്നു. ഗംഗയുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ പറഞ്ഞു. മോളെ, നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ നിന്നെ ഒരുപാടധികം ദ്രോഹിച്ചിട്ടുണ്ട്. ഗംഗ സ്നേഹത്തോടെ സുജാതയെ നോക്കി. സാരമില്ലമ്മേ, അതൊന്നും ഓർത്ത് അമ്മ ഇനി വിഷമിക്കൊന്നും വേണ്ട. വാ, വന്ന് ആഹാരം കഴിക്കാം, സുജാത സ്നേഹത്തോടെ പറഞ്ഞു. എന്നിട്ട് ഓർമ്മ വന്നതുപോലെ അവരങ്ങ് കൂട്ടിച്ചേർത്തു. ആ പൊന്നു ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അവളെ അവൻ വലിച്ചഴിച്ചു കൊണ്ടുപോയി. ആ കൊച്ചിന് ഇത്തിരി ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. സാരമില്ലമ്മേ, അച്ഛനും അമ്മയുമല്ലേ അവളുടെ കൂടെ പോയിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്തോളും, വിനീത് സമാധാനിപ്പിച്ചു. അങ്ങനെ 3 പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സദ്യക്കിടയിൽ സുജാത ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവർക്ക് യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഈ നാടകത്തിൻ്റെയൊക്കെ പിന്നിൽ ഞാനാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഹാ, അത് ശരിയാമ്മേ, വിനീത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് അതറിയാത്തത് നന്നായി. ഇനി അമ്മ 2 ദിവസം കൂടി ഇവിടെ അവരുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അവർ അമ്മയെ കൊന്നിട്ട് സ്വത്തുക്കൾ മുഴുവൻ വാങ്ങിയിട്ട് പോയേനെ. അതിന് ഞാൻ സമ്മതിക്കൂലടാ, സുജാത അഭിമാനത്തോടെ പറഞ്ഞു. എൻ്റെ മോൻ എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം എനിക്കിനി അങ്ങനൊരു ആപത്ത് സംഭവിക്കില്ലെന്ന് എനിക്കിപ്പോൾ ഉറച്ച വിശ്വാസമുണ്ട്. സുജാതയുടെ മുഖത്ത് വല്ലാത്ത സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്നു. ഒരുപാട് കാലത്തിന് ശേഷം അവർക്ക് കിട്ടിയ സമാധാനമായിരുന്നു അത്. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വിനീത് ചോദിച്ചു. അമ്മേ, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ? സുജാതയുടെ മുഖം പെട്ടെന്ന് വാടി. എന്നെ ഇട്ടിട്ട് പോവാണോ? അല്ലമ്മേ, വിനീത് പെട്ടെന്ന് തിരുത്തി. അവിടെ പോയി അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വരാം. ഗംഗയുടെ വീട്ടിൽ പോയിട്ട് പറയണമല്ലോ. ഞങ്ങൾ ഡ്രസ്സും സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ അവിടെയല്ലേ ഉള്ളത്. അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. അമ്മയെ ഞങ്ങൾ ഒരിക്കലും ഒറ്റക്കാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കേട്ടപ്പോൾ സുജാതക്ക് ഭയങ്കര സന്തോഷമായി. അവർ ഗംഗയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ 2 കൈകളിലും പിടിച്ചു. മോളെ, ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും മോളോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല അമ്മായി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഗംഗ പുഞ്ചിരിച്ചു. സുജാത ഗംഗയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോട് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. നിന്റെ ഈ നല്ല മനസ്സ് ഞാൻ കാണാൻ ഒരുപാട് വൈകിപ്പോയി മോളെ. സ്വന്തം മോളെ അന്ധമായി വിശ്വസിച്ചു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതേ സമയത്തന്നെ മറ്റൊരു വീട്ടിൽ അന്തരീക്ഷം തികച്ചും കലുഷിതമായിരുന്നു. കാവേരി പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വന്ന് വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും നിരാശയും സങ്കടമൊക്കെ ഇഴുകിച്ചേർന്നു. മുടിയൊക്കെ പാറിപ്പിറന്ന സമനില തെറ്റിയ ഒരുവളെ പോലെയാണ് അവൾ നടന്നു കയറിയത്. അവളുടെ ആ ഒരു വരവ് കണ്ടപ്പോൾ തന്നെ ശാരദക്ക് തോന്നി എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന്. അവൾ ഉത്കണ്ഠയോട് ചോദിച്ചു. എന്താണ് നിനക്ക് എന്തു പറ്റി? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത്? കാവേരി ഒരു കസേരയിലേക്ക് അങ്ങ് തളർന്നിരുന്നു. ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത് അമ്മേ. ആ ജയബാലൻ, ആ ഒരുത്തനുണ്ടല്ലോ, അയാൾ കാരണം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നതെന്നറിയാമോ? അവളുടെ സ്വരത്തിൽ വിദ്വേഷം തിളച്ചു മറിഞ്ഞു. അപ്പോഴേക്കും രാധമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ കാര്യം? കാവേരി അവരെ നോക്കി പല്ലിറുമ്പി. എന്താ കാര്യമെന്നോ? നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ച ആ ഭൂമിയുണ്ടല്ലോ,
ആ കുറിഞ്ഞിക്കാട്ടുള്ള ഭൂമി അത് ജയബാലൻ അങ്ങ് സ്വന്തമാക്കി. സ്വന്തമാക്കിയെന്നോ? ശാരദയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേ അമ്മേ, സ്വന്തമാക്കി. അത് മാത്രമല്ല, നാളെ അവിടെ അതിന്റെ ഭൂമി പൂജ നടക്കാൻ പോവാണ്. ഭൂമി പൂജയോ? നീ എന്തൊക്കെയായി പറയുന്നത്? ശാരദ തലയിൽ അങ്ങ് കൈവച്ചു പോയി. ഇത് കേട്ട രാധമ്മ സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ ശപിച്ചു. ഒരിക്കലും അവൻ ഗതി പിടിക്കത്തില്ല. അവൻ വലിയ ദുഷ്ടനാ. അവൻ നശിച്ചു പോവത്തേയുള്ളൂ. ഒരു അസുര ജന്മമാനവന്. രാധമ്മയുടെ ശാപവാക്കുകൾ കേട്ടിട്ട് കാവേരി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. അസുര ജന്മം എന്നിങ്ങനെ വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അച്ഛമ്മേ. നമ്മൾ പ്രതികരിക്കണം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. അയാൾ നമ്മുടെ അച്ഛന്റെ പണം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്ക് നമ്മൾ നല്ല തിരിച്ചടി കൊടുക്കണം. നാളെ അവിടെ ആ ഒരു ഭൂമി പൂജ ഒരിക്കലും നടക്കാൻ പാടില്ല. നമ്മൾ അതിനെ എതിർക്കണം. ശാരദ നിസ്സഹായതയോടെ ചോദിച്ചു. മോളെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാവേരിയുടെ കണ്ണുകളിൽ തീ പോറുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? നമ്മൾ എതിർക്കേണ്ട കാര്യത്തെ എതിർക്കണം അമ്മേ. ഇതിനെ വെറുതെ വിട്ടിട്ടും കാര്യമില്ല. ഒരിക്കലുമില്ല. എന്റെ അച്ഛൻ നെഞ്ചിലെ ചോര നീരാക്കി സമ്പാദിച്ച പണമാണത്. അതിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ ഏത് അറ്റം വരെയും പോവാനും തയ്യാറാണ്. അവൾ ശ്വാസമെടുക്കാൻ ഒന്ന് നിന്നു. എന്നിട്ട് കൂടുതൽ ദൃഢതയോടെ പറഞ്ഞു. നിങ്ങളിപ്പോ ആരൊക്കെയോ എന്നോടൊപ്പം ചേർന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലം ഒന്നുപോലും പാഴായി പോവാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, ശാരദ ഭയത്തോടെ കാവേരിയെന്ന് നോക്കി. ആ ജയബാലനോടൊക്കെ ഏറ്റുമുട്ടാൻ നമുക്ക് പറ്റുമോ? അയാൾ വലിയ അപകടകാരിയാണ്. പറ്റണമമ്മേ, അതിനല്ലേ ഞാനുള്ളത്. എന്റെ അച്ഛന്റെ സമ്പാദ്യം അയാൾ അനുഭവിക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല. അതുമാത്രമല്ല, അച്ഛന് അങ്ങേ ലോകത്ത് ചെന്നപ്പോഴേക്ക് പോലും ഒരു സ്വസ്ഥതയും സമാധാനവും കാണില്ല. ആ ജയബാലൻ എന്ന് പറയുന്നത് ദുഷ്ടന്റെ ചതി ഓർത്തിട്ട്. അയാൾ എത്ര വലിയ അസുരനാണെങ്കിലും ശരി, അയാളെ നിഗ്രഹിക്കുക തന്നെ ചെയ്യണം. കാവേരിയുടെ വാക്കുകളിൽ ഒട്ടും ഭയമില്ലായിരുന്നു. അതിനുള്ള പണി എന്താണെന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. അവൾ വാതിൽക്കലേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്ന് അവരോടായി ചോദിച്ചു. നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ? എനിക്ക് ആ ഭൂമി പൂജ തടഞ്ഞേ മതിയാവൂ. എന്റെ അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലം അങ്ങനെ മറ്റൊരാളെ ആ ദുഷ്ടയായ അനുഭവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അനുഭവിക്കാനൊന്നും ഞാൻ വിടില്ല. കാവേരി രണ്ടും കൽപ്പിച്ചങ്ങ് പുറത്തേക്കിറങ്ങി. അവളുടെ ചുവടുകളിൽ പകയും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെയും ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു അവളുടെ ആ ഒരു പോക്ക്. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.